എല്ലാവർക്കും സ്വാഗതം. കീഴല്ലൂർ പഞ്ചായത്തിലെ മദിന 16-ൻ്റെ ഭാഗമായി തെരൂർ വയലിൽ 10 സെൻറ്റ് സ്ഥലത്ത് നാട്ടൊരുമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ പൂക്കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നാട്ടൊരുമയുടെ നേതൃത്വത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ ക്ലബിൻ്റെ പ്രവർത്തകരൊക്കെ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ പപ്പട്ട എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? എത്ര മാസത്തെ പ്രയത്നമാണ്? 2 മാസം മുന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ തൈകൾ കൃഷിഭവൻ മുഖാന്തരം 1000 തൈകൾ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷി ഇവിടെ നാട്ടൊരുമ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും കൂട്ടത്തോടെയുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ പിറകിലുള്ള വിജയം. ആദ്യമായിട്ടാണ് കാർഷിക രംഗത്തേക്ക് നമ്മളെ ക്ലബ്ബ് ഇറങ്ങുന്നത്. ഇതുവരെ കലാകായിക രംഗങ്ങളിലും മറ്റ് സ്പോർട്സ് ഐറ്റംസിലെല്ലാം പിന്നെ ചെറിയ യുവജനങ്ങളെയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആദ്യമായി കാർഷിക ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമുക്ക് ഇത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇനി അങ്ങോട്ട് തണ്ണിമത്തം പോലെയുള്ള കൃഷികളും മറ്റ് ആലോചിക്കുന്നുണ്ട്. അത് ഭാവിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ വിജയം ആയിരിക്കും അതിൻ്റെ കൈത്താങ്ങായി നിൽക്കുന്നത്. സ്വാഭാവികമായും വിജയം തന്നെയാണെന്ന് തോന്നുന്നത്. വിജയമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം മോശമല്ലാത്ത രീതിയിലുള്ള വിളവെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇത് മൊത്തത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഈ പ്രദേശത്ത് കാർഷിക വിളവുകൾ ഇറക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മറ്റ് കാർഷിക മേഖലയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായും കടക്കും. അതിൻ്റെ ഒരു പ്രചോദനമാണ് ഈ ചെണ്ടുമല്ലി. അതാണ് സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയത്ത് തന്നെ നാടിൻ്റെ വിവിധ മേഖലയിലെ ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കാലമാണ്. എല്ലാ ആളുകളുടെ മൊബൈലും സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലബിൻ്റെ ഭാരവാഹികളുടെ ചോദിക്കാം, അങ്ങനെ ആളുകൾ വന്ന് ഫോട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ ആൾക്കാർ വൈകുന്നേരം മറ്റ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. പൊതുവെ നല്ലൊരു കാഴ്ചയാണല്ലോ. അപ്പോൾ എന്തായാലും ആൾക്കാർ വരും. പല ഫോട്ടോ എടുത്തിട്ടെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാലനം എങ്ങനെ നിങ്ങൾ രാവിലെ വൈകുന്നേരം നടത്തി? നാട്ടൊരുമേൻ്റെ ഭാരവാഹികൾ തന്നെയാണത്. അതായത് രാവിലെ വൈകുന്നേരം അല്ല, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഭാരവാഹികളെ കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണല്ലേ? അതാണ് ഇവരുടെ കൂട്ടായ്മയുടെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് വിളവെടുത്ത് ഇനിയിപ്പോൾ ഉത്രാടപ്പാച്ചിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഉത്രാടപ്പാച്ചലിന് തെരൂർ വയലിൽ ഇവർ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയായിരിക്കും ഈ പ്രദേശത്തെ വീടുകളിൽ ഓണപ്പൂക്കളമായി വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് മറ്റൊരിടത്ത് വീണ്ടും കാണാം. ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇനി കാർഷിക മേഖലയിലേക്കാണ് നമ്മൾ വീണ്ടും വരും. എല്ലാവർക്കും സ്നേഹം, നന്ദി.